ഞാൻ ചിരിച്ചു പോയത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെ നമ്മുടെ ആ ഫ്ലൈ ഓവറിന്റെ മേലക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനേക്കാളും വലിയൊരു ബോർഡ്, ആ ബോർഡിൽ ചിരിച്ചു നിൽക്കുന്ന പിണറായി, എന്താണ് വളരുന്ന കേരളം എന്നോ എന്തോന്നുള്ള ഒരു ടാഗ് ലൈനിൽ നാടുനീള വലിയ ബോർഡുകൾ സ്ഥാപിക്കാണല്ലോ. അതില് കേരളം നമ്പർ 1, ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 എന്നാണ് ഈ ബോർഡ് കേട്ടോ. ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇളിച്ചോണ്ട് നിൽക്കുകയാണ്. ആര്? നമ്മുടെ കാരണഭൂതം ഇളിച്ചോണ്ട് നിൽക്കുന്നു. കേരളം നമ്പർ 1 ആരോഗ്യ രംഗത്തെ. ചെങ്ങായി എന്നിട്ട് വലിയ പല്ലുവേദന വന്നാലോ അല്ലെങ്കിൽ മറ്റേ മൂലക്കുരു വന്നാലോ പോകുന്നത് എങ്ങോട്ടാണ്? അമേരിക്കയിലേക്ക്. ഇതിൽ പറയുന്ന ആൾക്കാരുണ്ടോ? നാട്ടുകാരോട് വലിയ ബോർഡ് എത്ര പൈസ ചെലവായിട്ടുണ്ടാവും അറിയോ? ഇത് തായ്ക്കണ്ടി തറവാട്ടിൽ കൊണ്ടുവന്ന പൈസയല്ല. എന്റെയും നിങ്ങളുടെയും പൈസ എടുത്തിട്ട് മൂപ്പര് വലിയ ബോർഡ് അടിച്ചിട്ട് മൂപ്പരുടെ വലിയ പടം വെച്ചിട്ട് മൂപ്പര് പറയാണ് ഇവിടുത്തെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഏറ്റവും മികച്ച ആരോഗ്യ രംഗം കേരളത്തിലാണ്. എന്നിട്ട് മൂപ്പർക്ക് മൂലക്കൂര് വന്നാൽ മൂപ്പര് പോകും എങ്ങോട്ട്? മൂപ്പര് അമേരിക്കയിലേക്ക് പോകും. അപ്പൊ മൂപ്പർക്ക് എന്നെ അറിയാം, ഇവിടെ ഒന്നുമില്ല, ഇവിടുത്തെ ആരോഗ്യ രംഗം ആകെ അധോഗതിയാണ് എന്ന് അറിയാം. എന്നിട്ട് കള്ളപ്രചാരണം. നിങ്ങൾക്ക് നോക്കാം, ഇത് ഞാൻ ഈ കണ്ടൊരു ബോർഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ നാടുനീള ബോർഡ് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണ്. അതിന്റെ അടിയിൽ ഒരു 20 കോടി നമ്മളൊക്കെ ഇവിടെ ആൾക്കാർക്ക് എന്താ പറയാ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാന്നേ. അത്യാവശ്യ കാര്യത്തിന് പോലും പൈസ ഇല്ല. ആശുപത്രിയിൽ ചികിത്സാ ഉപകരണങ്ങളില്ല. ഇതൊന്നും ഇല്ലാത്തപ്പോഴാണ് മൂപ്പര് 20 കോടി നിന്ന് എടുത്തിട്ട് മൂപ്പര് വീടാന്തരം ഇവിടെ മറ്റേ അന്തംകമ്മികളെ കയറ്റി ഇറക്കുന്നത്. എന്നിട്ട് പറയാണ് പിണറായി വിജയൻ ഭയങ്കര സംഭവമാണ്. അടി കിട്ടുന്നുണ്ട്, പല സ്ഥലത്തും അടി കിട്ടുകയാണ്. ഗേറ്റിൽ നിന്നിട്ടാ പറയുന്നത് കേട്ടോ. ഞാൻ അറിഞ്ഞത് വീട്ടിന്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല, ഗേറ്റിന്റെ അപ്പുറം നിന്നും കണ്ടിട്ട് പറയണേ, ഓ ദാ ഞങ്ങൾ വന്നിട്ടുണ്ടേ, പിണറായി വിജയന്റെ ആൾക്കാർ വന്നിട്ടുണ്ടേ. അപ്പൊ വീട്ടുകാർ പറയും ഇങ്ങോട്ട് കയറണ്ട, അവിടെ നിന്നാ മതി. കുട്ടികൾ പറയും അമ്മേ കേട്ടണ്ട. കയറി കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഇവിടുന്ന് മുക്കും. കാരണം ഇവരുടെ ശീലമാണല്ലോ. അതുകൊണ്ട് കോലായിലുള്ള മന്തിയും സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും ഗേറ്റിന്റെ അപ്പുറം നിന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് വിളിച്ചു പറയാണ് പിണറായി സഖാവ് ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വോട്ട് തരണട്ടോ എന്ന് പറയുമ്പം സ്ത്രീകള് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂലായിട്ട് വരുമ്പോ ഇറ്റികൾ പായും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയില്ല, കണ്ണുകൊണ്ട് കണ്ട കാര്യം കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതായാലും കോടതി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. അങ്ങനെയാണ് സർവേ പാളി. ഇനി രണ്ടാമത്തത് ആഗോള അയ്യപ്പ സംഗമം. ഇതാണ് സത്യം. പുറത്തു വന്ന കണക്കെല്ലാം സത്യമെന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിലെ എന്താ പറയാ കള്ളക്കണക്ക് എന്ന് പറഞ്ഞാൽ 600 ആൾക്കാർ വന്നിട്ട് 600 ആൾക്കാർ മാത്രം പങ്കെടുത്തിട്ട് 5000 ആൾക്കാർക്ക് ഉച്ചയൂണ്, 5000 ആൾക്കാർക്ക് പ്രഭാത ഭക്ഷണം, 5000 ആൾക്കാർക്ക് വൈകുന്നേരത്തെ ചായയും കടിയും, രാത്രി പിന്നെ 5000 ആയില്ല, രാത്രി 3000 ആൾക്കാർക്ക് രാത്രി സദ്യ. അത് വന്നെത്രയാ? 600. ചോദിച്ചപ്പോ പറഞ്ഞു അയ്യോ ഞങ്ങൾ ആ വഴിക്ക് പോകുന്ന ആൾക്കാർ, കേരളത്തിലെ ആൾക്കാരെ മുഴുവനും ഞങ്ങൾ വിളിച്ചു വരുത്തി വരി തിന്നോളിയും പറഞ്ഞിട്ട് തീറ്റി. അങ്ങനെയാണ്. കാരണം ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അന്നദാന പ്രഭുവല്ലേ. അതുകൊണ്ട് ഞങ്ങള് പ്രതിനിധികൾക്ക് മാത്രമല്ല, ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആൾക്കാരെയും അയ്യപ്പനെയും വിളിച്ചു, അയ്യപ്പാ വാ നമുക്ക് തിന്നാ എന്ന് പറഞ്ഞു കണ്ട് ഇമാതിരി ലോക കള്ളത്തരം. പിണറായി വന്നപ്പം പിണറായിക്ക് കിടക്കാൻ 1.25 കോടിയുടെ കട്ടില്. ഒറ്റ രാത്രി മൂപ്പര് പഴയ കട്ടിലൊന്നും കിടക്കൂല. മൂപ്പർക്ക് കിടക്കണമെങ്കിൽ 1.25 ലക്ഷത്തിന്റെ കട്ടില്, മൂപ്പർക്ക് ചവിട്ടാൻ 50,000 പരവതാനി, മൂപ്പർക്ക് ചാരി കുത്തിരിക്കാൻ ഒരു 1.25 ലക്ഷത്തിന്റെ സോഫ. പോട്ടെ, വേറെ അതായത് ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. ഇതിനു വേണ്ടിയിട്ട് 150 കട്ടില്, 150 കിടക്ക. ഇപ്പൊ നോക്കിയപ്പോ 150 കിടക്കില്ല, കട്ടിലില്ല, ഒക്കെ പോയി, ആവിയായി പോയി. കലാപരിപാടി ഒറ്റ ദിവസത്തെ സജീവ ചർച്ചകളൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ഭജനപാടിയിലോ മറ്റേ പാട്ട് 38 ലക്ഷം ഇതിന് പല തരത്തിലുള്ള വിജയ് യേശുദാസിന്റെ ഗാനമേള മുതൽ അങ്ങേപ്പുറത്തെ നന്ദഗോവിന്ദ ഭജൻസിന്റെ ഇത് മുതലുള്ള പല സാധനങ്ങൾ. അതിൽ നന്ദഗോവിന്ദം ഭജൻസ് വന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, 38 ലക്ഷത്തിന്റെ മതി പരിപാടി. പിന്നെ ലൊട്ടിലൊടുത്ത പരിപാടി, എല്ലാത്തിനും ലക്ഷങ്ങൾ കോടികൾ. അവസാനം കഴിഞ്ഞ 4-5 ദിവസമായി ഈ അന്തംകമ്പികൾ മുഴുവനും ചാനലിൽ വന്ന് പറയുന്നത് അത് ഈ ഓഡിറ്റർമാരെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ്. ഓർക്ക് എന്തെല്ലോ തകരാറ് വന്നിട്ട് ഇപ്പൊ ജയകുമാർ, അതെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ
കെ ജയകുമാർ എന്തായാലും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. പാവം എന്ത് ചെയ്യാനാണ്? പ്രശാന്ത് എന്ന് പറയുന്ന ഭൂലോക കള്ളൻ അല്ലെ, പ്രശാന്ത് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഇതിനു മുമ്പത്തെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, അന്നത്തെയും ഇപ്പോഴത്തെയും ദേവസ്വം മന്ത്രിയായ വാസവൻ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ കട്ടുമുടിക്കലായിരുന്നു. ഇവര് സ്ഥാനം പോയപ്പോ ഇപ്പൊ വന്നത് പാവം ആരാണ്? ജയകുമാറായി പോയി. ജയകുമാർ പറയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി. ജയകുമാർ എന്ന് പറയുന്ന സംശുദ്ധനായ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പറയുന്നു പി എസ് പ്രശാന്ത് വാസവൻ ടീമാണ് ഇമാതിരി ചറ്റത്തരം ചെയ്തത്. തെറ്റുപറ്റി, ദേവസ്വം ബോർഡിന് തെറ്റുപറ്റി. ഇറങ്ങിപ്പോണ്ടേ വാസവ, ഇറങ്ങിപ്പോണ്ടേ. പ്രശാന്ത് ഇറങ്ങിപ്പോയി, ഇനിയിപ്പോ പ്രശാന്ത് ഇറങ്ങി പോകാനില്ല. ഇവന്മാരൊക്കെ പിടിച്ചുകാട്ട് ജയിലിലിടണ്ടേ. 8.22 കോടി രൂപക്ക് ഇമാതിരി പരിപാടി സെറ്റപ്പ് നമ്മൾ നടത്തി തരാനാണത്രേ ഊരാളുങ്കലിന്റെ ഒരു ഇത്തരത്തിലുള്ള ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം IIIC IIIC എന്ന പേരിലുള്ള ഒരു സ്ഥാപനം ദേവസ്വം ബോർഡുമായി കരാറുണ്ടാക്കിയത്. ആദ്യം തന്നെ അതാണ് ഇതിന്റെ കഥ. 8.22 കോടി രൂപക്കാണത്രേ കരാറുണ്ടാക്കിയത്. ഇതൊക്കെ കഴിഞ്ഞപ്പം ഈ ഊരാളുങ്ങളുടെ ഈ IIICക്കാര് ദേവസ്വം ബോർഡിന് ബില്ല് കൊടുത്തു. അത് 7.11 നേരത്തെ പറഞ്ഞത് 8.22 കോടിക്കാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡായിട്ട് കരാറുണ്ടാക്കിയതാണ് 8.22. നമ്മൾ പണ്ട് കേട്ടതല്ലേ 8.22 കോടിക്കാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി പോകുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവര് ബില്ല് കൊടുത്തു. സ്വാഭാവികം അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം തന്നെ ഒരു എസ്റ്റിമേറ്റ് ഇടും. ആ എസ്റ്റിമേറ്റ് ആണ് 8.22. അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചതാണ്. അതിന്റെ ഇടയിൽ സ്വാഭാവികമായി ഇവർക്ക് അറിയാം ഇതിന്റെ മുക്കാൽ പങ്കും പല ആൾക്കാരുടെയും പോക്കറ്റുകളിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ 8.22 എന്തെങ്കിലും പണ്ടാറക്കട്ടെ, നിങ്ങൾ 10, 15, 20 കോടി ഇട്ടോളി, പക്ഷെ അമ്മക്ക് കിട്ടുന്നത് കൊണ്ട് തന്നാൽ മതി, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് IIICക്കാരെ നിങ്ങൾ 8.22 കോടി ആക്കണ്ട, നിങ്ങളൊരു 80 കോടി ആക്കിക്കപ്പാ, ഒരു പ്രശ്നമില്ല. ആൾക്കാരോട് പറഞ്ഞാൽ മതി, നമ്മുടെ സ്പോൺസർമാരുടെ ഇടയിൽ നമുക്ക് പിരിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഒരു ഭാഗത ഇതിലേക്ക് കൊണ്ട് ഇട്ടാ മതി എന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിന്റെ അധിപന്മാരും അതിന്റെയും മേലുള്ള, ഞാൻ പറയുന്നില്ല ആരൊക്കെയാണ്, എല്ലാരും ഇങ്ങനെ കീശ ഇങ്ങനെ വിടർത്തി കാണിച്ചു, ഇതിലേക്ക് ഇട്ടാ മതി, നിങ്ങൾ കള്ളക്കണക്ക് എഴുതിക്കോ. പക്ഷെ ഊരാളുങ്കൽ സൊസൈറ്റി അല്ലെങ്കിൽ IIICക്കാര് 8.22 പറഞ്ഞത്. ശരി, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ബില്ല് കൊടുത്തു 7.11. പൈസ കിട്ടണ്ടേ? ആകെ പൈസ കിട്ടിയത് ധനലക്ഷ്മി ബാങ്ക് ഒരു 2 കോടി, പിന്നെ കേരള ബാങ്ക് 1 കോടി. അതിന്റെ GST കഴിച്ചാൽ അത്രയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 3 കോടി. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ഫണ്ട് എടുക്കരുത്. ആദ്യം വിചാരിച്ചത് ദേവസ്വം ഫണ്ട് കൈയിട്ട് വരാനേനി, ദേവസ്വം ഫണ്ട് എടുക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക? അപ്പോഴാണ് ഈ സ്പോൺസർമാരുടെ പൈസ കിട്ടിയില്ല, അപ്പൊ തൽക്കാലത്തേക്ക് മറിച്ചു. ഇവരുടെ ഒരു അധികാരം ഉപയോഗിച്ച് ദേവസ്വം ഫണ്ടിൽ നിന്ന് ഒരു 5 കോടി വേറെ അക്കൗണ്ടിലേക്കാണ് ഇട്ടു. സ്പോൺസർഷിപ്പ് ആകെ കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ 3 കോടിയുടെ അടുത്ത്. ആ 3 കോടി അങ്ങോട്ടേക്ക് ഇട്ടു. ഇനിയും എത്ര ദേവസ്വം ഫണ്ടിലേക്ക് അടയ്ക്കാണ്ട്? 2 കോടി അടയ്ക്കാണ്ട്. അപ്പോഴാണ് ഈ കള്ളൻ വാസവൻ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഒക്കെ അടച്ചു, എടുത്തതൊക്കെ അടച്ചു എന്ന് ഈ പെരുങ്കള്ളം പറഞ്ഞത്. ഇയാൾക്ക് എന്നോ രാജിവെച്ച് പോകേണ്ടതാണ്. അപ്പൊ ഇനിയും 2 കോടി അടയ്ക്കാനുണ്ട്. പാവം ജയകുമാർ പറയുന്നത് അദാനി 1 കോടി തരാന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ എങ്ങനെയും പോയി കാല് പിടിച്ച് കരഞ്ഞ് എങ്ങനെയും 1 കോടി വാങ്ങാം, എന്നാലും 1 കോടി വേണ്ടേ ജയകുമാരേട്ടാ, വേണം. അപ്പൊ മൂപ്പര് പറയുന്നത് പണ്ട് കുറെ സ്പോൺസർമാരൊക്കെ നമുക്ക് തരാന്ന് പറഞ്ഞിരുന്നു, ഓരയും കയ്യും കാലൊക്കെ ഒന്ന് പിടിച്ചു നോക്കാം. പാവം മനുഷ്യൻ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഭൂലോക കള്ളൻ, VN വാസവൻ എന്ന് പറയുന്ന, ഞാൻ എന്താന്ന് വിശേഷിപ്പിക്കുന്നില്ല, അയാളുടെ സഹകരണത്തോടെ അതിന്റെയും മേലുള്ള കാരണഭൂതത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പെരുങ്കൊള്ള അവസാനം കോടതി പിടിച്ചപ്പോൾ കോടതിക്ക് മുമ്പിൽ പോയി ജയകുമാർ കരയുകയാണ്. ഞങ്ങളിതാ സത്യസന്ധമായ കണക്ക് അവതരിപ്പിക്കാം. ജയകുമാർ തന്നെ പറയുന്നു ഈ 5000 ആൾക്കാർക്കൊക്കെ സദ്യ എന്ന് കേട്ടപ്പോൾ ജയകുമാർ തന്നെ നെഞ്ചത്ത് കൈവെക്കുകയാണ്. നമ്മള് കള്ളത്തരം പറയുന്നതിന് ആൾക്കാർ കേട്ടാൽ വിശ്വസിക്കേണ്ട ആൾക്കാർക്ക് ഈ 600 ആൾക്കാർ തിന്നുപോയത് നമുക്ക് വേണമെങ്കിൽ ഒരു 1000 ആൾക്കാർ എന്നൊക്കെ പറയാം. ആൾക്കാർ ചിലപ്പോൾ വിശ്വസിച്ച് നമുക്ക് പറയാം 1000 ആൾക്കാരുടെ സദ്യ വെച്ചു. കാരണം അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ കല്യാണത്തിന് ഒരു 1000 ആൾക്കാരുടെ സദ്യയാണ്, നമ്മൾ ചിലപ്പോൾ 1200 ആൾക്കാർക്കുള്ള സദ്യയാണ് വെക്കും, കാരണം തികയാതെ പോകരുതല്ലോ. അങ്ങനെ 600 ആൾക്കാരുടെ സദ്യക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 1000 ആൾക്കാർ കണക്കൂട്ടാം. അതിന് പകരം 5000. എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താണ്, അത് ആ വഴിക്ക് പോണ കുറെ തീർത്ഥാടകരൊക്കെ വന്നു, മറ്റേ വഴിക്ക് പോകുന്ന ആൾക്കാർ വന്നു, അയ്യപ്പനും വന്നു, മാളിയപ്പുറം വന്നു, എല്ലാവരും വന്നു തിന്നു എന്നൊക്കെ പറഞ്ഞാൽ അടിക്കേണ്ടവരെ വേണ്ടേ?